ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദികളൊക്കെ നിങ്ങൾ പഠിച്ചോ. ഓൾ ഇന്ത്യ ലെവലിൽ മാത്രം ലോകത്തെവിടെയും അവർക്കിതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഭീകരവാദത്തിന്റെയോ തീവ്രവാദത്തിന്റെയോ ചിഹ്നമല്ല ഇത്. നിങ്ങൾക്ക് ഞാൻ ആധികാരികമായി ഇപ്പൊ നിങ്ങളുടെ താടിയുടെ അറ്റം മുറിക്കരുത് ബൈബിളിൽ ഇന്നും അതുണ്ട്. ലേവ്യ പുസ്തകത്തിലെ 19:27 കാണാം. വായിച്ചെടുക്കേണ്ട കാര്യമാണ്. എന്തിനധികം അമോന്യ രാജാവായ ഹാനൂനിന്റെ അടുത്തേക്ക് ദാവൂദ് പ്രവാചകൻ 2 ദൂതന്മാരെ അയച്ചു. അവര് സംശയിച്ചിട്ട് ചാരന്മാരായിട്ട് രാജാവ് എന്ത് ചെയ്തു? അവരുടെ ഡ്രസ്സ് അവരുടെ ചെസ്റ്റിൽ വെച്ച് കട്ട് ചെയ്തു. അവരുടെ ഒരു ഭാഗത്ത് താടിയും പഠിച്ചു കളഞ്ഞു. ഈ വിവരം അറിഞ്ഞ ദാവൂദ് അലൈഹിസ്സലാം ദൂതനെ പറഞ്ഞയച്ചു. 2 സാമുവേലിന്റെ 10-ാം അധ്യായത്തിൽ 5 പറയാണ്. എന്താ പറയുന്നത്? അവിടെ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്തിനറിയോ? നിങ്ങളുടെ താടി പൂർണ്ണമായി വളർന്ന് അത് നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥ വന്നിട്ടല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് വരരുത്. ഇത് മതത്തിന്റെ ചിഹ്നമാണ്. ഇസ്ലാം എന്തിനാ താടി വെച്ചത്? എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച എല്ലാ സെമിറ്റിക് മതങ്ങളുടെയും അടിസ്ഥാന കാര്യമായിരുന്നു താടി. ഒരു പുരുഷന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായിരുന്നു താടി. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരുപാട് ചിന്തിക്കുന്ന ഒരു നാടിന്റെ പൈതൃകം ഉൾക്കൊള്ളുന്ന ഈ മണ്ണിൽ താടിയുള്ളവരെ നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കരുത്. അതെനിക്ക് നിങ്ങളോട് ഹൃദയം തുറന്ന് പറയാനുള്ള ഒരു കാര്യമാണ്. മതം എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ആലോചിച്ച നമ്മുടെ ജീവിതം. ഞാൻ ഇന്ന് എനിക്ക് മെനയാതെ എന്റെ ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്ത് അയൽവാസി, അവന്റെ ഭാര്യയുടെ ഉമ്മ രാത്രി കിടന്നതാണ്. പകലെ എണ്ണീറ്റ് നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്നു. ഈ മരണം എന്ന് പറയും നമ്മളെയൊക്കെ വന്ന് ഭവിക്കാവുന്ന, നമുക്കൊക്കെ ഉണ്ടാവുന്ന ഒന്നാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊക്കെ വന്ന് ചേരാവുന്ന ഒന്നാണ് മരണം. ഈ മരണം വരുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായ ദൈവത്തിന്റെ മതം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടോ? മാനവ വിമോചനത്തിന്റെ സാക്ഷാൽ മതം. കളവ് നടത്തരുതേ, പലിശക്ക് കൊടുക്കരുതേ, വ്യഭിചരിക്കരുതേ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുതേ എന്നൊക്കെ ലോകത്തെ പഠിപ്പിച്ച നിങ്ങൾ നോക്കൂ. മുഹമ്മദ് നബി ഭരിച്ച നാട് കള്ളിഷാപ്പില്ലേ? അവിടെ അന്ന് പ്രവാചകൻ ഭരിച്ച കള്ളിഷാപ്പില്ലാത്തൊരു സമൂഹത്തെ ഭരിച്ചു പ്രവാചകൻ. ഇത് മതത്തിന്റെ പവറാണ്. മതം പഠിപ്പിച്ച് വേശ്യാലയമില്ല പ്രവാചകൻ. ലോകത്തൊരു ഭരണാധികാരിയും ഞാൻ അരിച്ചു പെറുക്കി പഠിച്ചിട്ടുണ്ട്. പലിശാലയമില്ലാത്ത, വേശ്യാലയമില്ലാത്ത, ചാരാലയമില്ലാത്ത ഒരു നാടിനെ ദൈവവിശ്വാസത്തിലൂടെ വാർത്തെടുത്തു. വോൾട്ടയർ എന്ന വിഖ്യാതനായ നേതാവ് പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ പാൽക്കാരൻ ദൈവവിശ്വാസിയായത് എനിക്ക് മെച്ച. കാരണം ഒരിക്കലും പാല് വെള്ളം ചേർക്കില്ല. മഹാഭാരത യുദ്ധം നടക്കും. അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. മഹാഭാരത യുദ്ധം നടക്കുമ്പോ പിന്നെ മഹാനായ ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു വാക്ക് അർജുനനോട്. അർജുനൻ പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്യില്ല. ദ്രോണാചാര്യർ, ഭീഷ്മാചാര്യർ, അശ്വത്ഥമാവ്, കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണൻ, ഇവരൊക്കെ ഞാൻ യുദ്ധം ചെയ്യില്ല. ആ സമയത്ത് ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു വാക്ക് ശ്രീമദ് ഭഗവത്ഗീത 18 അധ്യായമുള്ളതാണ്. ഭീഷ്മപർവം മുതൽ ആരംഭിക്കുന്ന 25-ാം അധ്യായം മുതൽ 42 വരെ നീണ്ടു കിടക്കുന്ന മഹാഭാരതത്തിലെ പ്രസക്തമായ ഒരു ഭാഗം. അതിന്റെ 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, ഹദോവ പ്രാപ്തസി സ്വർഗം ജിതോവ ബോധസ്യ മഹീം തസ്മാ ദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിക്ഷയ. അല്ലയോ അർജുന, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട നിനക്ക് സ്വർഗത്തിലെത്താം. സ്വർഗവും നരകവും ഉണ്ടെന്നാണ് മതം കാതലായി. മരണത്തിന് ശേഷമാണ് നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് പറയാതെ, നമ്മളറിയാതെ നമുക്കൊരു ജീവിതം നൽകി. നമ്മളെ സൃഷ്ടിച്ചില്ലേ ഒരു സൃഷ്ടാവ്. ആ സൃഷ്ടാവ് നമ്മളെ വീണ്ടും സൃഷ്ടിക്കില്ല എന്ന് പറയാൻ എന്താ തെളിവ്? എന്നെയും നിങ്ങളെയും ഒരു ബീജം പോലും അല്ലാത്ത 200 കോടി ബീജഗണങ്ങളിലെ ലക്ഷണമൊത്തൊരു ബീജത്തെ അണ്ടവുമായി കൂട്ടിച്ചത്. അതാണ് സൈക്കോട്ട്. അതാണ് എംബ്രിയോളജി പഠിച്ച കിട്ടുക. അങ്ങനെ നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്റ്റേജിലിരിക്കുന്ന മഹാവ്യക്തിത്വങ്ങളെ പടച്ചോൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഇവരെ വീണ്ടും മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണ് മതം പറയുന്നത്. ഇസ്ലാം ലോകത്തിന് മുമ്പിൽ പറയുന്നത് നിങ്ങളെ ഇതുപോലെ ഉയർത്തെഴുന്നേൽപ്പിക്കും. നിങ്ങളെ ഇതുപോലെ ഒരു ജന്തുവായി മറ്റൊന്നും നിങ്ങളെ ഇങ്ങനെ നിങ്ങൾക്ക് ഈ വേദി ബോധ്യപ്പെടുത്തി തരും, ഈ സദസ്സ് ബോധ്യപ്പെടുത്തി തരും, നിങ്ങളുടെ സംസാരം ബോധ്യപ്പെടുത്തി തരും, നിങ്ങൾ തിന്മ ചെയ്തിട്ടുണ്ടെ അത് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരും. അങ്ങനെ ഒരു ദൈവിക സദസ്സിൽ നിങ്ങൾ വരാൻ പോകും. അവിടെ രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകൾ പൂർണ്ണമായി അവനെ മാത്രം ആരാധിക്കണം. കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും അക്ബറുകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും മനുഷ്യരും ആരാധിക്കപ്പെടുന്നതിൽ നിന്ന് ഇതിനെയെല്ലാം സൃഷ്ടിച്ച സാക്ഷാൽ ദൈവത്തെ ആരാധിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് മനുഷ്യർ വളരണം. എന്നിട്ട് അവന്റെ നിയമം ആചരിച്ച് ഭാര്യയെ ആക്രമിക്കാതെ, നാട്ടുകാരെ ആക്രമിക്കാതെ, മനുഷ്യർക്കൊക്കെ സ്നേഹം ചെയ്ത് ഭക്ഷണം കൊടുത്ത്, ഇനി ഇതൊന്നും വിശ്വസിച്ചില്ല ഒരുത്തൻ എങ്കിൽ അവന്റെ നേരെ കുതിര കയറാൻ മതം പഠിപ്പിച്ചില്ല. അവനെ സ്വതന്ത്രമായി വിട്ടേക്കാൻ, അവന്റെ ചിന്തക്കനുസരിച്ച് അവനോട് പറയാം, നിന്റെ വിശ്വാസത്തിൽ ഇന്ന് ജീർണതയുണ്ട്, നിന്റെ വിശ്വാസത്തിൽ ഇന്ന് തകരാറുണ്ട്, നീ അത് തിരുത്തണം, തിരിച്ചേ നിനക്ക് ദൈവസന്നിധിയിൽ രക്ഷപ്പെടാം. അത് പറയാനേ എനിക്ക് അവകാശമുള്ളൂ. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. ഉപദേശിക്കാൻ നിർബന്ധിക്കരുത്.
ഹേമം ചെലുത്തരുത്, വാളെടുക്കരുത്, കൊല്ലരുത്. നമ്മളൊക്കെ സഹോദരങ്ങളാണ്. ഒരൊറ്റ പോയിന്റ് പറയട്ടെ, ഒരിക്കലും തമ്മിൽ തെറ്റുന്നൊന്നും നമുക്കിടയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ മതത്തിന്റെ ആചാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടമെടുക്കലല്ല സൗഹാർദ്ദം. എന്റെ മതത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് എനിക്ക് മറ്റൊരു മതവിശ്വാസിയെ സ്നേഹിക്കാനും അവന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവൻ ആവശ്യമുള്ളത് എത്തിച്ചു കൊടുക്കാനും എന്റെ മക്കളും അയൽവാസികളും നല്ല നിലയിൽ. എന്റെ തൊട്ടയൽപ്പക്കത്ത് കേസരിയുടെ പത്രാധിപർ ഗോപാലൻകുട്ടി മാഷാണ് എന്റെ അയൽവാസി. അതിനപ്പുറത്ത് RSSന്റെ നേതാക്കന്മാരുണ്ട്, BJPക്കാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, വലിയ AC ഷൺമുഖദാസ് അടക്കമുള്ള വലിയ നേതാക്കന്മാർ, കേരളത്തിൽ അറിയപ്പെട്ട ആളുകൾ. ഞങ്ങളൊക്കെ നല്ല സ്നേഹത്തിലാണ്. ഇന്ന് വരെ ഒരു കമ്മ്യൂണൽ റയോൺ ഞങ്ങളുടെ നാട്ടിലില്ല. ഇല്ല. കാരണം മതത്തെ ശരിക്കും മതസ്രോതസ് എന്ന് മനസ്സിലാക്കിയാൽ, നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഒരു യഥാർത്ഥ ദൈവവിശ്വാസി ആരാധനാലയം തകർക്കും. രാമൻ എന്ന പദത്തിന്റെ അർത്ഥം പോലും രമിപ്പിക്കുന്നവെന്ന. അയോധ്യ എന്ന പദത്തിന്റെ അർത്ഥം യുദ്ധമില്ലാത്ത ഭൂമി. അയോധ്യ യുദ്ധമില്ലാത്ത ഭൂമി. പിന്നെ എങ്ങനെയത് യുദ്ധഭൂമിയായി? ആ പദത്തിന്റെ അർത്ഥം അറിയാത്തവർ നേതാക്കന്മാരായി, ആ പദത്തിന്റെ ആശയം അറിയാത്തവർ. രാമൻ എന്ന പദത്തിന്റെ ഭാരതത്തിന്റെ കൂടെ തമസാ നദിയുടെ തീരത്ത് പോയി കവിഞ്ചമിഥുനങ്ങൾ സ്നേഹം പങ്കുവെച്ചപ്പോൾ മനുഷ്യാത പ്രതിഷ്ഠ അരുതുകാട്ടാണ്. ഒരു പക്ഷിന്റെ രക്തം പോലും, എത്ര മനുഷ്യരുടെ രക്തമൊഴുകി ഇവിടെ. അതിന് ഞാനും നിങ്ങളും കാരണം. അരുതേ, തല്ലരുതേ, കൊല്ലരുതേ. ഈ കഴിഞ്ഞ ദിവസം കൂത്തുറമ്പിച്ചെന്ന് ഒരു വലിയ ശാന്തി തേടുന്ന മനുഷ്യലോകം എന്ന വിഷയം അവതരിപ്പിച്ചു. എല്ലാ മനുഷ്യരും വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. ഇത് നമ്മൾ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാക്കേണ്ടതാണ്. എനിക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടാൻ പാടില്ല, വിരോധം ഉണ്ടാൻ പാടില്ല. അറിവിൽ മനുഷ്യന്റെ ബുദ്ധികൾ വ്യത്യസ്തമാണല്ലോ. ഞാൻ ചിന്തിക്കുന്ന പോലെയാണോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചിന്തിക്കുന്നത്? ഇനി ഇവിടെ പ്രസംഗിക്കാൻ പോകുന്ന സ്വാമിജി ഞാൻ പറഞ്ഞതാണോ പറയാൻ പോകുന്നത്? അല്ല. എന്നാൽ അതൊക്കെ സ്നേഹത്തോടെ സ്വീകരിച്ചു, അംഗീകരിച്ചും അതോടൊപ്പം വിയോജനങ്ങൾ സ്നേഹത്തോടു കൂടി രേഖപ്പെടുത്തിയും നല്ല മനുഷ്യരായി ജീവിക്കാൻ, പട്ടിണി കിടക്കുന്നവരെ സഹായിക്കാൻ, കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ, മതവിശ്വാസത്തിന് കോട്ടം തട്ടാത്ത രൂപത്തിൽ മനുഷ്യനെ നിലനിർത്താൻ ഇസ്ലാം ലോകത്തോട് ആവശ്യപ്പെടുകയാണ്. ഇസ്ലാമിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. ഒരൽപ്പം ദീർഘിച്ചു പോയോ എന്ന് എനിക്ക് സംശയം. എന്തായിരുന്നാലും ഞാൻ എന്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എല്ലാവരോടും ശരിക്കും പഠിക്കണം, വായിക്കണം, മനസ്സിലാക്കണം. വേദഗ്രന്ഥ താളുകളിലൂടെ ഓടിയിട്ടുള്ള മഹാസാഗരമാണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ വേദത്തെയും, ഖുർആനിനെ വക്രതയില്ലാതെ നിങ്ങൾ വായിച്ചു നോക്ക്. മനുഷ്യവിരുദ്ധമായ ഒരൊറ്റ പരാമർശം ആവർത്തിച്ച് വായിച്ചിട്ടുണ്ട് ഞാൻ. ഈ വേദങ്ങളെല്ലാം കിട്ടാവുന്ന അത്ര വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ വായനകളിൽ എവിടെയും നമ്മൾ തമ്മിൽ തല്ലുന്ന ഒരടയാളത്തെയും നമുക്ക് കാണാൻ സാധിക്കില്ല. മറിച്ച് ഒരേ ദൈവത്തിന്റെ അടിമകൾ, ഒരേ അച്ഛനമ്മമാരുടെ മക്കൾ, ഒരേ ദൈവത്തിന്റെ മതമനുസരിച്ച് ജീവിക്കേണ്ടവർ, മനുഷ്യരേകോദര സഹോദരങ്ങൾ. ഈ മെസ്സേജ് നിങ്ങളുടെ മുമ്പാകെ പാസ് ചെയ്തുകൊണ്ട് ഏകദൈവത്തെ മാത്രം ആരാധിച്ച് ഹന്തം തമഹ പ്രവിശന്തിയെ സംപൂത്യമുപസതേ തതോഭൂയ യുവതേയു സംപൂത്യം രദഹ. ഈശാവാശോപനിഷത്തിലെ 12ാമത്തെ ശ്ലോകം. ആ ശ്ലോകത്ത് പറയുന്നത്, ദൈവേതരെ ആരാധിക്കുന്നവർ ഘോരാന്ധകാരമായ നരകത്തിലെത്തുന്ന, ഒരിക്കലും നരകത്തിലെത്തരുത്, സ്വർഗത്തിലെത്തണം. സുഖത്തിന്റെ, സന്തോഷത്തിന്റെ, സാഹോദര്യത്തിന്റെ ഗേഹമായ ദൈവം ഒരുക്കി വെച്ച സ്വർഗത്തിന്റെ അനുഭൂതികളിലെത്തണം. അതിനെ അവൻ തന്ന വായു, അവൻ തന്ന വെള്ളം, ഇതൊക്കെ ആസ്വദിച്ച് അവനോട് നന്ദി കാണിച്ച് അവന്റെ നിയമങ്ങൾ പാലിച്ച് മനുഷ്യരെ സ്നേഹിച്ച് ജീവജാലങ്ങളോട് പോലും നീട്ടപ്പെട്ട കാരുണ്യം ഞാൻ പറഞ്ഞല്ലോ, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. മഹാത്മാഗാന്ധിയുടെ ഹിന്ദുമതം, ഞാൻ ഹിന്ദുവായി ജീവിച്ച് ഹിന്ദുവായി മരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഗാന്ധിജി, അതേ ഗാന്ധിജി മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ ആദരിച്ചു. അവരൊന്നിച്ച് കെട്ടിപ്പിടിച്ചു, ഒന്നിച്ച് പ്രവർത്തിച്ചു. ആസാദ്, ഇന്ത്യയുടെ ആദ്യത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി വന്ന അബുൽ കലാം ആസാദ് വ്യത്യസ്ത മതത്തിൽ സ്വീകരിച്ചുകൊണ്ട് തന്നെ അപാര സൗഹൃദത്തിൽ അവർ കഴിഞ്ഞുകൂടി. അതിന് നമുക്ക് ഇനിയും സാധിക്കട്ടെ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ വഖഫ് അബ്ദുൽ ഖാദർ വലിയ സ്നേഹിച്ചു. അദ്ദേഹത്തിന്റെ തൂലികയുടെ പവർ ഉപയോഗപ്പെടുത്തി സ്വന്തം സമ്പത്ത് വിട്ടുകൊടുത്തും പ്രസ് വിട്ടുകൊടുത്തും ഐക്യത്തിൽ നന്മയ്ക്ക് വേണ്ടി ഇവർ പോരാടി. ആ പോരാട്ടത്തിന്റെ ചരിത്രമാണ് ഇന്നും ഇന്ത്യയുടെ പൈതൃകം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളിൽ ആരെ വേദനിപ്പിച്ച ഒരു വാക്കും ഞാൻ ഉദ്ദേശിച്ചില്ല. മറിച്ചൊരു യാഥാർത്ഥ്യത്തെ വക്രതയില്ലാതെ എന്നെ സൃഷ്ടിച്ച ദൈവത്തോട് കാപട്യം കാണിക്കാതെ ഞാൻ തുറന്നു പറഞ്ഞു, അല്ലാഹു പ്രപഞ്ചത്തിന്റെ നാഥൻ നമ്മെ അനുഗ്രഹിക്കുകയും ഇത്തരത്തിലുള്ള മഹാസംഗമങ്ങൾ മാനവരാശിക്ക് ഉപകാരദായകമായി തീരട്ടെ. എടാ, നിന്റെ മതത്തെക്കുറിച്ചൊക്കെ എനിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഇതാ മതമൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് പരസ്പരം തിരുത്തി കൈകോർത്ത് പിടിച്ച് ഒന്നിച്ച് മുന്നോട്ട് പോവുക. വ്യത്യസ്ത മതത്തിൽ വിശ്വസിക്കുമ്പോഴും അത് കാത്തു സൂക്ഷിക്കുമ്പോഴും മനുഷ്യ സൗഹാർദ്ദത്തിന്റെ ഭൂമിക ഒരുക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.